Abdurrahman, the principal of SSM College of Teacher Education, we truly embrace your presence. This annual day is also enriched by the esteemed presence of our PTA President, Mr. Muhammad Shaijal, the MPTA President, Mrs. Rubina M., the PTA Treasurer, PP Musa, the PTA Joint Secretary, Mrs. Nasiba, and the MPTA Vice President, Mrs. Fausia. Thank you for joining us this evening. A heartfelt welcome to Hussein Sir, the Management Trust member, for lightening up this occasion with his presence. This event was also gratified by our PTA Vice President, Dr. M. Mubin, and our dignified Vice Principal, Mrs. Diba T.S. My utmost gratitude to you both. I would also like to take a moment to salute to our Honorable School Administrator, Mr. Feroz Khan. Tonight, we are also graced with the presence of Mr. U. Munir, the chairman of Love Shore Special School. Once again, a sparkling welcome to all the parents and grandparents gathered here, because honestly, what's a celebration without you? So let us clap with enthusiasm, cheer with joy, and make this annual day a day that will sparkle forever. Thank you. Have a nice day. The time has come to mark the official beginning of Versatalia 2025-26. With great honor and pride, I invite our esteemed chief guest, Mr. Nasser Balushiri, member of the SSM Educational and Charitable Trust, to formally inaugurate Versatalia, the annual day celebration of Green Valley Public School. Sir, please. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فيا أيها الإخوة اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് സൈജൽ സാർ, ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അബ്ദുൽ ഹമീദ് സാർ, സ്നേഹാദരണീയനായ മുനീർ സാർ, സമാദരണീയരായ PTA ഭാരവാഹികളെ, സഹാധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥികളെ, സർവശക്തനായ സ്രഷ്ടാവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും തമ്മിൽ വർഷിക്കുമാറാകട്ടെ. വളരെയധികം സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കുമ്പോൾ വർദ്ധിച്ച ചാരിതാർത്ഥ്യമുണ്ട്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുണ്ട് എന്നാണ് നിങ്ങളുടെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഈ സർഗ്ഗവിരുന്ന് ഒരുക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകിയിട്ടുള്ള അധ്യാപകന്മാർക്കും നിങ്ങൾക്ക് സർവ്വ പിന്തുണയും സഹായവും നൽകിയിട്ടുള്ള രക്ഷിതാക്കൾക്കും 10 മടങ്ങ് സന്തോഷമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സന്തോഷം സ്ഥായിയായി സ്ഥിരമായി നിലനിൽക്കട്ടെ എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ ഏറ്റവും ശരിയായ ദിശയിൽ പാഠ്യപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം
പാഠ്യേതര പ്രവർത്തനത്തിൻ്റെ മേഖലകളിലും ഒട്ടധികം പദ്ധതികൾ നാം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അതിർത്തികൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സർഗവിരുന്ന് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിഭിന്നങ്ങളായ പ്രോഗ്രാമുകൾ നാം സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി മനസ്സിലാക്കി പുറത്തെടുത്ത് വികസിപ്പിക്കുക എന്നതോടൊപ്പം അതേതൊരു കഴിവാണെങ്കിലും സമൂഹത്തിന് കൂടി ഉപകാരപ്രദമാകും വിധമാകണം എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. സമകാലിക സാഹചര്യത്തിൽ വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചുള്ള വാർത്തകളൊട്ടും ശുഭകരമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കണം എന്നതാണ് നാം ആഗ്രഹിക്കുന്നത്. അക്കാരണത്താൽ തന്നെ ധാർമ്മികമായ പരിരക്ഷ ഉറപ്പുവരുത്താനും നാം ശ്രദ്ധിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട ഭൗതിക വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നതോടൊപ്പം ധാർമ്മികമായ പാഠങ്ങൾ പകർന്നു കൊടുക്കുവാനും നാം ശ്രദ്ധിച്ചു വരുന്നുണ്ട്. നമ്മുടെ പിഞ്ചു പൈതലുകൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശരിയാവിധം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇക്കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന ആയിഷ PV എന്ന വിദ്യാർത്ഥിനി പരിശുദ്ധ ഖുർആൻ 30 പൂർണ്ണമായും മനഃപ്പാഠമാക്കി. നേരത്തെ സ്കൂൾ ഓഫ് ഖുർആനിൽ നിന്ന് 25 ജുസ് മനഃപ്പാഠമാക്കി. ഈ അധ്യയന വർഷത്തിലോടുകൂടി ഖുർആൻ 30 പൂർത്തീകരിക്കാൻ അവർക്ക് സാധ്യമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാനേജ്മെൻറ്റ് കമ്മിറ്റി അതിൽ സന്തോഷം രേഖപ്പെടുത്തി 10,000 രൂപയുടെ ഒരു പ്രോത്സാഹന സമ്മാനം ആ വിദ്യാർത്ഥിനിക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ തന്നെ എല്ലാ വിഷയങ്ങളിലും SSLCയിൽ A1 നേടി വിജയിക്കുന്ന വിദ്യാർത്ഥിക്ക് 10ാം ക്ലാസ്സിൽ A1 എല്ലാ വിഷയത്തിലും നേടി വിജയിക്കുന്ന കുട്ടികൾക്ക് 25,000 രൂപ പ്രോത്സാഹനമായി നൽകാമെന്ന് മാനേജ്മെൻറ്റ് കമ്മിറ്റി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ടെല്ലാം നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നന്നായി വളരണമെന്നും അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കണമെന്നും അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നതോടൊപ്പം ബാധ്യതകളെ സംബന്ധിച്ചും അവർ മറക്കാതിരിക്കണം എന്നുമാണ്. തീർച്ചയായും നമുക്ക് അഭിമാനമുണ്ട്. നമ്മുടെ കുട്ടികൾ ആ കാര്യം മനസ്സിലാക്കി ഉയർന്ന് ചിന്തിക്കുകയും ഉയർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾക്ക് നേട്ടമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം എല്ലാവർക്കും നേട്ടമുണ്ടാകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഒന്നായി വരട്ടെ മാനസം നമുക്കൊന്നായി വരട്ടെ അനുഗ്രഹം, നന്നായിടട്ടെ ഭാവി നമ്മുടെ ശുഭമായിടട്ടെ ജീവിതം എന്നതാണ് അവരുടെ മുദ്രാവാക്യം. മറ്റുള്ള പല വിദ്യാർത്ഥിനികളും അവരുടേതായ ആവശ്യത്തെ സംബന്ധിച്ചും അവകാശങ്ങളെ സംബന്ധിച്ചും മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അഭിലാഷങ്ങളും നേടിയെടുക്കണം എന്നതിൻ്റെ താല്പര്യത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നതോടൊപ്പം മറ്റുള്ള ആളുകൾക്ക് അവർ നൽകേണ്ട അവകാശത്തെ സംബന്ധിച്ചും ബാധ്യതയെ സംബന്ധിച്ചും കടപ്പാടിനെ സംബന്ധിച്ചും അവർക്ക് ബോധ്യമുണ്ട് എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഘടകമാണ്. അതിന് ഏറ്റവും ഉത്തമമായ നിദർശനമാണ് ഓരോ വർഷവും പാവപ്പെട്ട ഒരു കുടുംബത്തെ കണ്ടെത്തി അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിച്ചു വരുന്നു എന്നുള്ളത്. ഈ വർഷവും അപ്രകാരം ഒരു വീട് ഏറ്റെടുത്തുകൊണ്ട് നിർമ്മിച്ചു വരുന്നുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി രക്ഷിതാക്കളുടെ തികഞ്ഞ പിന്തുണയോടുകൂടിയാണ് അത്തരം പദ്ധതികൾ കുഞ്ഞുങ്ങൾ നടപ്പിലാക്കി വരുന്നത്. തീർച്ചയായും അതിനൊക്കെയുള്ള പ്രോത്സാഹനം എന്ന നിലക്ക് നാം എല്ലാവരും, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ രക്ഷിതാക്കളും സാധ്യമാകുന്ന രൂപത്തിലുള്ള പരമാവധി സഹായങ്ങൾ ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടണം, മോഹങ്ങൾക്ക് കടിഞ്ഞാണിടണം. തങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം എല്ലാവരെയും സ്നേഹിക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് കഴിയണം. മോഹത്തിൽ നിന്നു മടങ്ങൂ, സർവം സ്നേഹത്തിൽ നിന്ന് തുടങ്ങൂ. ലേശവും വേണ്ട വിളംബം, നമ്മൾ ലോകത്തൊരൊറ്റ കുടുംബം. ആദി പിതാവിൻ്റെ മക്കൾ നോക്കൂ, 1000 പൂക്കൾ.
പൂവിൽ ചിലതിൽ സുഗന്ധം കൊച്ചു പൂങ്കരൽ തന്നിൽ മരന്തം. വർണ്ണങ്ങൾ കൊണ്ടു വിളങ്ങി നല്ല സ്വർണാഭ വീശിത്തിളങ്ങി. എല്ലാം ഒരേപോലെയല്ല എന്നാൽ എല്ലാം അഴകുകളല്ലോ. ഒറ്റച്ചെടിയിൽ വിരിഞ്ഞു നമ്മൾ ചുറ്റും കുളിർമ ചൊരിഞ്ഞു. നമ്മളിൽ ഇമ്പാവികാരം വേണം നന്മയാ വേണം വിചാരം. നന്മയാ വേണം വിചാരം. നന്മയാ വേണം വിചാരം എന്ന് മാത്രം ഒഴിഞ്ഞുകൊണ്ട് സർവശക്തൻ്റെ തിരുനാമത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾക്ക് നന്ദി. Thank you so much, sir, for that graceful inauguration of Versatalia. As promised by Nasser sir, the management is conferring a cash prize of 10,000 rupees to Aisha PV, who has completed the hifz of the entire Quran. I request Aisha to come upon the stage and collect the award. I request Nasser sir to do the honors. പബ്ലിക് സ്കൂളിന്റെ കീഴിൽ കുറഞ്ഞ വർഷങ്ങൾക്കകം ആരംഭിച്ച ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിൽ നിന്നും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥി ആയിഷ പി വിക്കുള്ള പ്രത്യേക ഉപഹാരം സമർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ വിജയത്തിനു പിന്നിൽ ദീർഘമായ പരിശ്രമത്തിന്റെയും അചഞ്ചലമായ ക്ഷമയുടെയും വ്യക്തിപരമായ മികവ് മാത്രമല്ല, ഖുർആൻ പഠിപ്പിച്ച അധ്യാപകരുടെ പ്രാർത്ഥനയും പ്രചോദനവും സമർപ്പണവും കൂടിയുണ്ട്. ഈ സന്ദർഭത്തിൽ ആയിഷ പി വിയുടെ അധ്യാപിക ഹാഫിള റഹ്മ ടീച്ചർക്കുള്ള പ്രത്യേക ഉപഹാരവും സമർപ്പിക്കുകയാണ്. Can we have a huge round of applause for Aisha PV? At Versatalia, we not only showcase talent, but also recognize excellence and achievement. The prize distribution ceremony is a special moment where we honor our students for their accomplishments, academic, co-curricular, and extracurricular. These young achievers have shown perseverance, creativity, and determination throughout the year. Today, we celebrate their dedication and applaud their success, inspiring them and others to even aim higher. It is now my privilege to invite our esteemed dignitaries to the dais to distribute the prizes and personally congratulate our winners. The first award of the evening. This year, we are honoring a student with Excellence Award. She is the literary captain of the school, the student editor of our magazine. She has also secured first position in Sahodaya District Kalotsav and an A grade in Sahodaya State Kalotsav. She was also the presenter at the Kerala's first ever AITUD Student Investment Pitch Desk. Ladies and gentlemen, please give a thunderous round of applause and welcome Farhe Hanan onto the stage. I request Fauzia ma'am to do the honors. I request Farhe's parents to join Farhe onto the dais. Next up, I call upon Khadija Dia MT of grade 3. She has been conferred upon the title of Creative Genius for her performance in FunX Champ organized by FunMio. Khadija is accompanied by her mother. I request our PTA President, Mr. Shaijal sir, to give away the award to Khadija.
Ladies and gentlemen, we are proudly honoring Aisha PV of grade 9 who has completed the memorization of Holy Quran. I also invite Ms. Fatima Rahma to accompany Aisha onto the stage. Ms. Rahma is the mentor of Aisha. Aisha is being honored by Ms. Rubina, who is the MPTA president. I request Ms. Naziba, PTA Joint Secretary, to give away the award to Aisha PV. The Reader of the Year 2025-26 is awarded to Kenza Fatima of grade 6. She has crossed the magical number of reading 100 books in an academic year. I request Nasiba ma'am to do the honor. Nasiba ma'am, you are requested to honor Rahma ma'am, who is the mentor of Aisha PV. Kenza Fatima of grade 6. She has bagged the Reader of the Year award for crossing the magical number of reading 100 books in a year. I request again Nasiba ma'am to do the honor. Next up, we have the honoring of class toppers. I request our principal sir, Mr. Abdul Hamid, to do the honor. The class topper for class 1 is Dua Mehwish. Dua is accompanied by her mother and little brother. The class 2 topper is Imad Haidar. Khadija Dia MT bagged the class topper award for class 3. All the prize winners are accompanied by their relatives and parents. The class topper of class 4 is Hana Mariam KM. Next up, for class 5, we have Rifa Shabib as the class topper. In class 6, Azmin Ahmed has bagged the award for class topper. Class 6, Azmin Ahmad. Class 7, Fiza Abdul Latif. التسويف أورده البلايا وما عتبة بابك غيرك
جود فها هو واقف يرجو العطايا وها هو For class 8th, we have 2 toppers who have shared equal marks. Iza Fatima PV and Fatima Zuhra MT. أنا والذنب والتسويل جئنا وبين يديك أطلقنا خزايا Class 9, Washma Shanoj. جوايا هشيم أفراح وتحيا على أنقاضها كتل الرزايا إلهي Thank you, Hamid sir. Up next, we have the awards for the AITU team. Our school participated in the first ever All Kerala Student Investment Pitch Desk and we won the second prize. I request Mr. P.P. Musa, the PTA Treasurer of Green Valley, to give away the honors. إلهي يا جيش أحزاني غزاني ومن همي تباغتني سرايا وجدتك يا حبيب الصدق تعدو Sahel Ahmad, تستجير من الخطايا وجدتك يا حبيب الصدق Mohammad Sahel, Manna Hamza, Hazik bin Habib, Tamim Keti, Farhe Hanan. I request all the parents of the prize winners to accompany them and be present in their achievement. أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر. Ladies and gentlemen, the team AITUde, they have secured second position in All Kerala, first ever All Kerala Student Investment Pitch Deck. Please give them a huge round of applause. فوق رأس الجبال وفوق الروابي وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر كم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك Next up, we have the award for Mambu Basha Pratibha, the Malayalam Language Literary Award. The category winners are requested to assemble near the stage. I request Deepa ma'am, the Vice Principal of Green Valley Public School, to give away the awards. Aman T of Class 2B is the first category, the Category 1 winner. Jalwa VP of Class 4 is the Category 3 winner. Aisha Mehak YP of Class 5A is Category 4.
Aisha Shenza 7A is category 5 and Hana Sultana of class 10 is category 6. أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر مقامهم فوق رأس الجبال وفوق الروابي وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر كم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر Next up, in the set of awards, we are honoring the competition winners for parents in the Food Fest. I request Firoz Khan, the school administrator, to do the honors. First prize goes to Mr. Moideen Parapalli, father of Marwa Moideen of class 10. The second prize goes to Mr. Salim Parakal, father of Faiha Zayan, class 4. And the third prize goes to Mr. Yunus, father of Hami, class 9. عربية قلبي وروحي أحرفي ولساني Second prize goes to Mr. Salim Parakal, father of Fatih Zayan, class 4. And the third prize goes to Mr. Yunus, father of Hami, class 9. عربية ثم الوصوف تضيع في أوصافك فبك استباح الشعر يشدو عذبا Next up, we have the winner of All Kerala Inter-School AI competition, Master Amin M. He secured first position in the coding segment. I request Mr. U. Munir, chairman of Love Show Special School, to do the honor. مفرداتك هامت الأرواح حين استعذبت حرفا وقولا صادقا وفصاحة ومعاني عربية حسبي بأن Thank you, everybody. Congratulations to the winners. Words have the power to inspire, inform, and ignite imagination. Our school magazine stands as a testimony to the hard work, creativity, and enthusiasm of our students and mentors. A school magazine is a reflection of the hard work and the persistence. It's my privilege to invite Mr. Abdurrahman, Principal, SSM College of Teacher Education, to kindly release Inspire, the school magazine. Sir, we request you to please proceed for the magazine release. والمرجان عربية يا ليت شعري هل ستوفي كلمة. Respected dignitaries, dear parents, teachers, and dear students, good evening. It is my privilege to express our sincere gratitude to all present here. I would like to thank Washma Sanoj for the grateful welcome speech. Our heartfelt thanks to our respected principal, Mr. Abdul Hamid, for his constant guidance and leadership.
We are grateful to Mr. Nasser Balusheri, Management Committee member, for his inaugurating today's function, and Abdurrahman Sir, Principal of SSM College of Teacher Education, for releasing our school magazine. Our sincere thanks to all our esteemed dignitaries, PTA President Mr. Shaijal, Mother PTA President Rubina Ma'am, Munir Sahib, and PP Musa Sir, and all other dignitaries, Firoz Sir, and all other dignitaries who honored us with their presence. I also thank our dedicated teachers, staff, volunteers, supportive parents, and all our talented students for their hard work and enthusiasm. With this, I conclude my words. Thank you, and have a wonderful evening ahead.